കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തങ്കം തലകറങ്ങി വീണത് കണ്ടിട്ട് കൃഷ്ണ വല്ലാതെ പേടിച്ചു പോകുവാണ് കേട്ടോ. അങ്ങനെ അവിടെ സോഫയിലിരുന്ന് അമ്മേനെ മടിയിലേക്ക് കിടത്തി തങ്കത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മേ കണ്ണു തുറക്കമ്മേ. കണ്ടില്ല മാഡം, എൻ്റെ അമ്മ ഒരു പാവം അമ്മയുടെ മനസ്സ് തകർന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ തളർന്ന് വീണു പോകും. എന്തിനാ അമ്മയുടെ ഇങ്ങനെ എൻ്റെ അമ്മയെ ദ്രോഹിക്കുന്നത്? അതിന് മാത്രം എൻ്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും അമ്മേനെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. ഈ സമയം സിത്താര പറയണേ, അതെ എനിക്കിഷ്ടമല്ലാത്തവർ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇവൾക്ക് കണ്ണു തുറന്നാൽ അപ്പം തന്നെ ഇവളെയും കൂട്ടി പൊക്കോണം. അന്നേരം മോളിക്കുട്ടിക്ക് ദേഷ്യം കയറുക. മോളിക്കുട്ടി പറയണേ, നിങ്ങൾ ഇത്രയും വലിയ പണക്കാരായിട്ടും നിങ്ങളുടെ കണ്ണിൽ ഒരല്പം പോലും മനുഷ്യ പറ്റില്ലല്ലോ. കണ്ണിൽ ചോരയില്ലാത്ത രീതിയിലല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ മകളെ ഇത്രയും നാളും സ്വന്തം ജീവിതം പോലും ത്യാഗം ചെയ്ത് വളർത്തി വലുതാക്കിയ സ്ത്രീയായി കിടക്കുന്നത്, അതിൻ്റെ ഒരു നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണം. അന്നേരം മോളിക്കുട്ടിയോട് സിത്താരയെ ദേഷ്യപ്പെടണേ, അതെ നീ വെറൊരു ഓട്ടോക്കാരിയാ. അങ്ങനെയുള്ള നിനക്ക് എന്ത് അർഹതയാ ഈ സിത്താര ശ്രീനിവാസനെ ഉപദേശിക്കാനുള്ളത്? എനിക്ക് നിങ്ങൾ ഉപദേശിക്കാനേ പ്രത്യേകിച്ച് അർഹതയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പുച്ഛിക്കുന്ന പോലെ ഓട്ടോക്കാരി എന്ന് പറയുന്നുണ്ടല്ലോ. ഞാനൊരു മനുഷ്യജീവി തന്നെയാണ്. എനിക്കും എൻ്റേതായ അഭിപ്രായങ്ങളും താല്പര്യങ്ങളൊക്കെ പറയാനും പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ഒരു സിത്താര മാഡത്തിൻ്റെ അനുവാദമേ ഈ മോളിക്കുട്ടിക്ക് ആവശ്യമില്ല. അന്നേരം സിത്താരക്കും ദേഷ്യം വരണേ, ദേ ഇനി എൻ്റെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെ നടത്തിയാലുണ്ടല്ലോ, നീ ഇപ്പോൾ പറഞ്ഞ ഓട്ടോ ഉണ്ടല്ലോ അതടക്കം നിന്നെ ഞാൻ ഇല്ലാതാക്കും. അതിന് ഈ സിത്താരയ്ക്ക് ഒരു മടിയില്ല. കൂടുതൽ പേടിപ്പിക്കല്ലേ മാഡം. നിങ്ങളീ പറയുന്ന വാക്കുകൾ കൊണ്ടൊന്നും ഈ മോളിക്കുട്ടിയെ പേടിപ്പിച്ച് നിർത്താമെന്ന് ആരും വിചാരിക്കേണ്ട. അതിന് നടക്കുകയില്ല. ഈ സമയം തങ്കം പെട്ടെന്ന് കണ്ണു തുറക്കുവാണ് കേട്ടോ. അന്നേരം തങ്കം കണ്ണു തുറന്ന് എഴുന്നേക്കുക. അന്നേരം കൃഷ്ണ പറയണേ, അമ്മേ എന്താ പറ്റിയത്? ഞങ്ങൾ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന്. എനിക്ക് എൻ്റെ ഈ അമ്മയെ മാത്രം മതി. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ നാണം കിട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നത്? അന്നേരം തങ്കം പറയണേ, എത്ര നാണം കിട്ടാലും കുഴപ്പമില്ല. നിൻ്റെ യഥാർത്ഥ അമ്മയിലേക്ക് നിന്നെ എനിക്ക് ചേർക്കണം മോളെ. നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടി സന്തോഷത്തോടെ ജീവിക്കണം. അത് കാണാനായിട്ട് ഇനി നാണം കെടേണ്ടി വന്നാലും ഈ അമ്മക്ക് ഒരു മടിയില്ല. ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, അമ്മേ ഒരിക്കലും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. സിത്താര മാഡം എന്നെ ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല. പിന്നെ എന്തിനാ? എനിക്ക് എൻ്റെ ഈ അമ്മ മാത്രം മതി ജീവിതാവസാനം വരെ. ഇത്ര നാളും ഈ അമ്മയുടെ സ്നേഹത്തണലല്ലേ ഞാൻ വളർന്നത്. ഇനി അങ്ങോട്ടും അത് തന്നെ മതി. അന്നേരം സിത്താര പറയണേ, അതെ കൃഷ്ണേ, നീ നിൻ്റെ അമ്മയെ എത്ര പെടുന്നോണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്. എനിക്കാണെങ്കിൽ ഇവിടെ കണ്ട ദേഷ്യം വരും. ഇനി ഇതുപോലുള്ള ഓരോ കള്ളക്കഥ പറഞ്ഞ് സിത്താരയുടെ മനസ്സ് മാറ്റാമെന്ന് വിചാരിച്ച് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നു പോരുത്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, ഇല്ല മാഡം, ഇനി അമ്മ ഇങ്ങോട്ടേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ കൃഷ്ണ തങ്കത്തിനെയും കൂട്ടി അവിടെ നിന്ന് പോകാൻ നിൽക്കുവാണ്ടോ. ഈ സമയം സിത്താര മുകളിലേക്ക് കയറി പോകുവാണ്. പെട്ടെന്ന് സ്റ്റെപ്പിൽ തട്ടി വീണ് അവിടെ താഴെ തലയിടിച്ച് വീണ് ബോധം മറിഞ്ഞു പോകുവാണ്ടോ സിത്താര. ഈ സമയം ഒച്ച ബഹളം കേട്ടിട്ട് കൃഷ്ണയും മോളിക്കുട്ടിയും അതുപോലെ തങ്കവും എല്ലാവരും കൂടി മുകളിലേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തലപൊട്ടി ചോരൊഴുകി കൊടുക്കുന്ന സിത്താരേനെ ആയിരിക്കും. അയ്യോ അമ്മേ എഴുന്നേക്ക് എന്നും പറഞ്ഞ് കൃഷ്ണ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം മോളിക്കുട്ടി പറയണേ, അയ്യോ തലയിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ. എന്താണെങ്കിലും എത്ര വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഞാൻ പോയി കാറിൻ്റെ ചാവി നോക്കട്ടെ. ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, കാറിൻ്റെ ചാവി നോക്കി സമയം കളയാനൊന്നുമില്ല. മോളിക്കുട്ടി നീ വേഗം ഓട്ടോ എടുക്ക്. അങ്ങനെ മോളിക്കുട്ടിയുടെ ഓട്ടോയിൽ തന്നെ സിത്താരേനെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ്. ഇതേസമയം ഉദയനാണെങ്കിൽ സിത്താരയുടെ വീട്ടിൽ വന്നിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ മുറ്റത്ത് നിന്ന് അകത്ത് മറ്റൊരു കഥയുണ്ടോ എന്നറിയാനായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക. അന്നേരം ഉദയം പറയണേ, എന്താണെങ്കിലും നേരെ അകത്തേക്ക് ചെല്ലണ്ട. അങ്ങനെയാണെങ്കിലേ അവൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്തെങ്കിലും നാടകം കളിക്കും. മതിൽ ചാടിയകത്ത് കയറാം, രഹസ്യമായിട്ട് അവിടെ നിരീക്ഷിക്കാം. അങ്ങനെ പറഞ്ഞ് ഉദയനാണെങ്കിൽ അവിടെ മതിൽ ചാടാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അതുവഴി പോയ രണ്ടുപേര് ഉദയൻ അവിടെ മതിൽ ചാടി പരിങ്ങി നിൽക്കുന്നത് കാണുമ്പോഴേ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കുക. ഡേടാ നോക്കിക്കേ, ഒരുത്തൻ പട്ടാപ്പകലല്ലേ മതിൽ ചാടുന്നത്. ഈയിടെയായിട്ട് ഈ ഏരിയയിലൊക്കെ കുറച്ച് മോഷണം നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ എല്ലാ പിന്നിൽ ഇവൻ തന്നെ ആയിരിക്കും. വാ നമുക്കൊന്ന് ചോദിക്കാം. അങ്ങനെ ഉദയനെ ചോദ്യം ചെയ്യുവാണ്ടവർ. ഈ സമയം ഉദയം പറയണേ, അതെ നിങ്ങളെ ആരാന്ന് വിചാരിച്ചാൽ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്? ഞാൻ ആരാണെന്നറിയോ? സിത്താരയുടെ അടുത്ത ബന്ധുവാണ്. ഓ എല്ലാ കള്ളന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഡാ എൻ്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ നീ ഒന്നും പിന്നെ നേരെ നിൽക്കില്ല ആണോടാ? അങ്ങനെ പറഞ്ഞ് ഉദയനിട്ടൊന്ന് പൊട്ടിക്കൊണ്ടവർ. നീക്ക് എന്നെ തല്ലിയല്ലേ, നിന്നേക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ. ഈ സമയം ഉദയനോരോന്നൊക്കെ അവർ വിളിച്ച് പറയുവാണ്. അന്നേരം ദേഷ്യം വന്ന് അവരെല്ലാവരും കൂടി ഉദയനെ വളഞ്ഞിട്ട് തലങ്ങും വിലങ്ങും തല്ലുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സിത്താരനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുവാണ്. ഈ സമയം ഡോക്ടർ സിത്താരയെ പരിശോധിച്ചിട്ട് പറയണേ, അയ്യോ എന്തു പറ്റിയതാ ഇത്? അത് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണതാ. എന്തുപറ്റി? വല്ല വഴക്കോ പ്രശ്നം ഉണ്ടാക്കിയോ? അങ്ങനെയൊന്നുമില്ല. എന്താണെങ്കിലും കുറേ ബ്ലഡ് പോയിട്ടുണ്ട്. ഉടനെ തന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ സിത്താരനെ പരിശോധിക്കുവാണ്. ഇതേസമയം കൃഷ്ണയാണെങ്കിൽ സിത്താരയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുവാണ് കേട്ടോ. ഈ സമയം ഉദയനും അതേ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഉദയൻ്റെ മുറിവിലൊക്കെ സിസ്റ്റേഴ്സ് മരുന്നൊക്കെ വെച്ച്
ഞെട്ടിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം ബുദ്ധിയാൻ പറഞ്ഞേ അയ്യോ വേദന എടുക്കുന്നേ എന്നും പറഞ്ഞൊരു സിസ്റ്ററിൻ്റെ കൈ കയറി പിടിക്കുവാണ്. അതുകൊണ്ട് സിസ്റ്റർ ചോദിക്കണേ അല്ല തനിക്ക് ശരിക്കും ആക്സിഡൻറ്റ് പറ്റിയതാണോ അതോ ആരെങ്കിലും തൻ്റെ ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ കാരണം ശരിക്കും ഒന്ന് പെരുമാറിയതാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അയ്യോ സിസ്റ്ററെ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് വേദന എടുത്തുകൊണ്ട് സിസ്റ്ററിൻ്റെ കൈ കയറി ഞാൻ പിടിച്ചത്, സോറി കേട്ടോ. തടന്ന് തിരിഞ്ഞു കിടന്നേ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. ആ സിസ്റ്ററാണോ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വേദന ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഈ സമയം ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കും ഉദയം വേദന കൊണ്ട് കരയുവാണ്. എൻ്റെ അമ്മേ എടി ഗാതെ ഇതെല്ലാം നീ കാരണോ? അന്നേരം സിസ്റ്റർ ചോദിക്കണേ ഗാതയോ അതാരാ? ഓ എൻ്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ ഈ വാങ്ങിച്ചു കൂട്ടുന്ന അടിക്കെല്ലാം കാരണേ അവൾ ഒറ്റൊരുത്തിയാണ്. സിസ്റ്ററിനറിയോ ഈ ഗാഥ എന്ന് പറയുന്നവളെ ഒന്നല്ല രണ്ടാ ഉള്ളത്. ഒരു ഗാഥ ഇവിടെ കണ്ട വേറൊരു ഗാഥ അവിടെ ഉണ്ടാകും. ഇവളുമാരെയൊക്കെ കൈയോടെ പിടികൂടാൻ ഞാൻ ശ്രമിച്ചതാ, പക്ഷേ നടന്നില്ലെന്നേ. അന്നേരം സിസ്റ്റർ കൂടെയുള്ള സിസ്റ്ററിനോട് പറയണേ അതെ ഇയാളുടെ തലയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഇത് തന്നെയാണ് സിസ്റ്ററെ കുഴപ്പം. ഈ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞാലും എല്ലാവരും എൻ്റെ തലക്ക കുഴപ്പം എന്ന് പറയും. ശരിക്കും എൻ്റെ തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ? ഒന്ന് നോക്കുമോ? പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ സിത്താരയ്ക്ക് വേണ്ടി ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണ പുറത്തേക്ക് വരുവാണ്. അങ്ങനെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. ഈ സമയം മോൾക്കുട്ടി പറയണേ എന്താണെങ്കിലും അമ്മക്കും മോൾക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയത് കാരണം ബ്ലഡിന് വേണ്ടി അത് കളയേണ്ടി വന്നില്ല. അങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കോട്ടെ ഉദയൻ അതുവഴി വരുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന കൃഷ്ണയെ കണ്ട് ഉദയൻ ഞെട്ടുവാ. ഗാഥയല്ലേ ഇവിടെ നിൽക്കുന്നത്, ഇവളെങ്ങനെ ഇവിടെ എത്തി എന്നും പറഞ്ഞ് അന്തം വിട്ട് കൃഷ്ണയെ തന്നെ നോക്കുവാണ്. ഈ സമയം കൃഷ്ണയും ഉദയനെ കാണുന്നുണ്ട്. അയ്യോ അമ്മേ വേഗം വാ നമുക്ക് ഇവിടുന്ന് പോകാം, ദേ ആരാ നിൽക്കുന്നതെന്ന് നോക്കിയേ. അങ്ങനെ ഉദയനെ കാണുന്നതും അവർ മൂന്നുപേരും കൂടി അവിടെ നിന്ന് മാറിക്കളയുവാണ്. ഉദയനും പിന്നാലെ ചെല്ലുന്നുണ്ട്. ഷെടാ ഇവളിതെവിടെ പോയി? എൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ മിസ്സായവൾ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തവണ വിജയിക്കാൻ എനിക്കുള്ള അവസരമാണ്. ഉദയ ഇത് പഴക്കല്ലേ എന്നും പറഞ്ഞ് ഉദയൻ അവിടെയെല്ലാം പരത്തി നടക്കുവാണ് കേട്ടോ. പെട്ടെന്നായിരിക്കും ഒരു റൂമിൽ സിത്താര കിടക്കുന്നത് ഉദയം കാണുന്നത്. സിത്താരയല്ലേ, ഇവളുടെ തലയ്ക്ക് ഇതെന്ത് പറ്റി? സിത്താര ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും 2 ഗാഥയും ഇവിടെ തന്നെ ഉണ്ടാകും. ഇന്നത്തോടുകൂടി 2നെ കള്ളക്കളി കൈയോട് പിടികൂടാം. അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ എനിക്ക് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വേദനയൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെ പറഞ്ഞ് ഉദയ സന്തോഷത്തോടെ ഗാഥയെ തിരഞ്ഞു നടക്കുവാണ്. ഈ സമയം തങ്കം പറയണേ മോളെ എന്താണെങ്കിലും ഉദയം നമ്മളെ കണ്ടോ ഇല്ലയോ എന്നറിയില്ല. അയാളിപ്പോൾ നമ്മളെ അന്വേഷിച്ച് നടക്കുമായിരിക്കും. നമുക്ക് എത്ര പെടുന്നിവിടുന്ന് പോകാം. അതെ കൃഷ്ണേ നമുക്ക് പോകാം. അമ്മയും മോളിക്കുട്ടിയൊക്കെ എന്താ പറയുന്നത്? അമ്മേനെ ഈ അവസ്ഥ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരാനാ? സാഹചര്യം അങ്ങനെയാ മോളെ. ഉദയം നമ്മളെ കണ്ടാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്കിവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സമയം മോളിക്കുട്ടി പറയണേ ഒരു കാര്യം ചെയ്യ് കൃഷ്ണേ, നീയേ അസിനീനെ വിളിച്ച് കാര്യം പറ. അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് പോകാമല്ലോ. ആ അങ്ങനെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ സിനിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്ടോ. അങ്ങനെ കൃഷ്ണയുടെ ഫോൺ കോൾ കാണുന്നതും സിനി സൈലൻറ്റ് ചെയ്യുവാണ്. അത് കാണുമ്പോൾ ഗാഥ ചോദിക്കണേ എന്തിനാ ഫോൺ സൈലൻ്റ് ആക്കിയത്? ആരാ വിളിച്ചത്? അത് കൃഷ്ണയാ. ഓ അത് ശരി, അപ്പം നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഒക്കെ ഉണ്ടല്ലേ? എന്താണെങ്കിലും ഫോൺ എടുക്ക്, അവൾക്ക് എന്താ പറയുന്നതെന്ന് എനിക്കും കേൾക്കണം. ഫോൺ സ്പീക്കറിലിട്ടാൽ മതി. അങ്ങനെ സിനി കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിടുക. ഹലോ കൃഷ്ണേ. ആ സിനി ചേച്ചി നിങ്ങളിതെവിടെയാ? അതെ സിത്താര മാഡത്തിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. മാഡത്തെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. തലയിൽ നിന്ന് ബ്ലഡ് പോയിട്ടുണ്ട്. അത് കേൾക്കുന്നതും ഗാഥ ഞെട്ടിപ്പോകുവാണ്. എടി എന്താ പറഞ്ഞത്? മമ്മിക്ക് എന്താടി പറ്റിയത്? അന്നേരം കൃഷ്ണ പറയണേ അത് പിന്നെ കഥ മാഡം സ്റ്റെയർ കേസിൽ നിന്ന് തെന്നി വീണതാ. എന്നിട്ട് നീ എങ്ങനെയാടി മമ്മിയുടെ അരികിലെത്തിയത്? നീ എങ്ങനെയാ മമ്മിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? അത് പിന്നെ ഞാനും അമ്മയും മോളിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെങ്ങനെയാണ് അവിടെ എത്തിയത്? നീയൊക്കെ ചേർന്ന് എൻ്റെ മമ്മിയെ കൊല്ലാൻ നോക്കിയതല്ലേ? ഓ ഗാഥ ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ആദ്യം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറ. ഞങ്ങളുടെ സിറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഞാനേ ഉടനെ അങ്ങോട്ടേക്ക് വരാം. എൻ്റെ മമ്മിയെ ഉപദ്രവിക്കാൻ നീ എങ്ങാനുമാണ് എന്തെങ്കിലും ചെയ്തതെന്ന് അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ 3നെ ഞാൻ വെച്ചേക്കില്ല. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിലിരിക്കുവാണ്ടോ ഗാഥ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം കൃഷ്ണ പറയണേ സിനി ചേച്ചിയുടെ കൂടെ ഗാഥ ഉണ്ടായിരുന്നു. നമ്മൾ സിത്താരാമ്മയുടെ എന്തോ ചെയ്തതാണെന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു ഗാഥ. ഉടനെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയം തങ്കം പറയണേ ഈശ്വര ഇനി ആ കുട്ടിയുടെ വന്ന് എന്തൊക്കെ പ്രശ്നമാണോ ഉണ്ടാക്കാൻ പോകുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ടെൻഷനോടെ ഇരിക്കുവാണ്. ഈ സമയം ഇതെല്ലാം ഉദയം കേൾക്കുന്നുണ്ടാവും. അത് ശരി, അപ്പോൾ ഇവിടെയുള്ള ഗാഥ മറ്റേ ഗാഥേനെ വിളിച്ചു പറഞ്ഞു. അവളപ്പോൾ ഉടനെ എത്തും. ഇത് തന്നെയാണ് ഞാൻ കാത്തിരുന്ന അവസരം. വരട്ടെ, 2 ഗാഥ ഇവിടെ വരട്ടെ. ഇന്ന് 2ൻ്റെയും കളിക്കുള്ള അവസാനമാണ്. പിന്നീട് കാണിക്കുന്നത് സിത്താര കണ്ടു തുറക്കുന്നതാണ്ടോ. അന്നേരം അവിടെയുള്ള സിസ്റ്ററിനോട് ചോദിക്കണേ സിസ്റ്റർ എന്നെ ആരാ ഇവിടെ എത്തിച്ചത്? ഞാൻ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ പറഞ്ഞ് സിസ്റ്റർ നേരെ കൃഷ്ണൻ്റെ അരികിലേക്ക് ചെല്ലുന്നത്. അതെ പേഷ്യൻ്റ് കണ്ടു തുറന്നിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കുന്നതും കൃഷ്ണ സന്തോഷത്തോടെ അകത്തേക്ക് ഓടിച്ചെല്ലണേ. അമ്മേ ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. കുറേ ബ്ലഡ് പോയി.
വേദനയൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? പേടിച്ചു പോയോ? അന്നേരം കൃഷ്ണയുടെ ആ സ്നേഹവും കരുതലൊക്കെ കണ്ടിട്ട് സിത്താരക്ക് ഒത്തിരി സന്തോഷം വന്നുണ്ട്. സിത്താര ചോദിക്കണേ, അല്ല മോളൊറ്റക്കാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ സമയം തങ്കവും മോളിക്കുട്ടിയും അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. അവരെ കാണുന്നതും സിത്താര മുഖം തിരിച്ചു കിടക്കുക. ഈ സമയം മോളിക്കുട്ടി പറയണേ, മാഡം എന്താ നടന്നതെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. ഞങ്ങൾ മാഡം അവിടെ നിന്ന് ആടിയിറക്കി വിട്ടതാണല്ലോ. ഞങ്ങൾ അന്നേരം ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ബഹളം കേട്ട് ഞങ്ങൾ മുകളിലേക്ക് ഓടി വന്നപ്പോൾ കാണുന്നത് മാഡയുടെ തലയിടിച്ച് കിടക്കുന്ന കാഴ്ചയാണ്. മാഡം പറഞ്ഞതുപോലെ ഞങ്ങളത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്തവരൊന്നുമല്ല. മനുഷ്യത്തുള്ളിലുള്ളത് കൊണ്ട് തന്നെ മാഡത്തെ സഹായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഈ സമയം സിത്താര ചോദിക്കണേ, അല്ല ആരാ കാർ ഡ്രൈവ് ചെയ്തത്? അത് കേട്ടിട്ട് മോൾക്കുട്ടി പറയണേ, കാറിൻ്റെ ചാവിയെ അവിടെ നിന്ന് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ മാഡം കുറച്ച് മുമ്പ് പുച്ഛിച്ച എൻ്റെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, അതിൽ കയറ്റിയ മാഡത്തെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന മോൾക്കുട്ടിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഉദയൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് നിർമ്മലേനെ അറിയിക്കുക. നിർമ്മലെ, ഇവിടെ സിത്താരുണ്ടല്ലോ, അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുക. ഒരു ഗാഥ സിത്താരയുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. അവളുണ്ടല്ലോ മറ്റു ഗാഥനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരണം, മമ്മി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അധികം വൈകാതെ തന്നെ അവൾ ഇവിടെ എത്തും. നീയേ നവീനെയും ആ വീട്ടിലുള്ളവരെയൊക്കെ കൂട്ടി ഇങ്ങോട്ടേക്ക് വാ. 2 ഗാഥയിലും നമുക്ക് ഇന്നത്തോടെ കൈയോടെ പിടികൂടാം. ഇത്തവണ എന്താണെങ്കിലും അവറ്റകൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവില്ല. അങ്ങനെ നിർമ്മല ഉദയം പറഞ്ഞ കാര്യമൊക്കെ കീർത്തിയോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കീർത്തി പറയണേ, അമ്മേ ഈ അവസരം ഒരിക്കലും മിസ്സാകാൻ പാടില്ല. ഇത്തവണ അവൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. നമ്മൾ ജയിക്കും അമ്മേ. കുറേ നാളായല്ലോ ഈ കള്ളക്കളി നടക്കുന്നത്. ഇതിനൊരു അവസരം വേണ്ടേ? പിന്നീട് സിത്താരയും കൃഷ്ണയും കൂടി അവിടെ റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം സിത്താര പറയുന്നുണ്ട്, മോളെ നിന്നവിടെ നിന്ന് ആട്ടിയിറക്കി വിടണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. സത്യം പറഞ്ഞാൽ നിന്നോടല്ല ഞാൻ അങ്ങനെ ദേഷ്യത്തിലൊക്കെ സംസാരിച്ചതും അത്തരം വാക്കുകൾ ഉപയോഗിച്ചതുമൊക്കെ. അന്നേരം കൃഷ്ണ പറയണേ, എനിക്കറിയാം മാഡം പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷേ ഉണ്ടല്ലോ മാഡം ആളൊരു പാവമാണ്. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുവാണ് സിത്താര. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്